18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വിവിധ മാധ്യമങ്ങൾ നടത്തിയ പലതരം സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിൽ തന്നെ ഭൂരിഭാഗം മാധ്യമങ്ങളും പറയുന്നത് കേരളത്തിൽ UDF തരംഗം തീർക്കുമെന്നായിരുന്നു. ചില മാധ്യമങ്ങൾ BJP കേരളത്തിൽ സീറ്റ് നേടുമെന്നും അതല്ല LDF ഭൂരിഭാഗം സീറ്റ് നേടുമെന്നും പറയുന്നുണ്ട്. എന്നാൽ മിക്ക മാധ്യമങ്ങളും പുറത്തുവിട്ട സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് UDF കേരളത്തിൽ ഒരു തരംഗം തീർക്കുമെന്നായിരുന്നു. ടൈംസ് നൗ പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിൽ കേരളത്തിൽ UDF 12 സീറ്റ് നേടുമെന്നായിരുന്നു. എന്നാൽ കേരളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി പുറത്തുവിട്ട സർവേ റിപ്പോർട്ടിൽ 14 സീറ്റ് നേടുമെന്നായിരുന്നു. ഈ സർവേ റിപ്പോർട്ടിൽ LDF 6 സീറ്റ് നേടുമെന്നും പറയുന്നുണ്ട്. ABP സി വോട്ടർ അഭിപ്രായ സർവേയിൽ UDF കേരളത്തിൽ നിന്ന് 20ൽ 20 സീറ്റ് നേടുമെന്നും പറയുന്നുണ്ട്. മനോരമ പുറത്തുവിട്ട സർവേയിൽ UDF 12 സീറ്റ് വിജയിക്കുമെന്നാണ് ആ സർവേ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. റിപ്പോർട്ടർ ടിവിയുടെ അഭിപ്രായ സർവേയിൽ 15 സീറ്റ് നേടുമെന്നും വ്യക്തമാകുന്നുണ്ട്. 24 ന്യൂസിന്റെ അഭിപ്രായ സർവേ UDF 13 സീറ്റും LDF 4 സീറ്റും 3 സീറ്റിൽ ത്രികോണ മത്സരം നടക്കുമെന്നായിരുന്നു. എന്നാൽ ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് കേരളത്തിൽ BJP സീറ്റ് നേടുമെന്നാണ്. ഉദാഹരണത്തിന് ഇന്ത്യ ടിവിയുടെ അഭിപ്രായ സർവേയിൽ കേരളത്തിൽ BJP 3 സീറ്റ് നേടുമെന്ന് പറയുന്നുണ്ട്. ടൈംസ് നൗ പുറത്തുവിട്ട സർവേയിൽ BJP 1 സീറ്റ് നേടുമെന്നാണ്. അങ്ങനെ മൊത്തം ദേശീയ മാധ്യമങ്ങൾ കേരളത്തിൽ BJP സീറ്റ് നേടുമെന്നും കേരളത്തിലെ മാധ്യമങ്ങൾ സീറ്റ് നേടില്ലെന്നും പറയുന്നു. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട അഭിപ്രായ സർവേയിൽ മുൻ വർഷങ്ങളിൽ ഓരോ പാർട്ടിയും നേടിയ സീറ്റുകളുടെ എണ്ണം സ്വാധീനിക്കുന്നുണ്ടാകാം. കാരണം 2009-ൽ UDF കേരളത്തിൽ നിന്ന് നേടിയത് 16 സീറ്റായിരുന്നു. 2014-ൽ 12 സീറ്റും 2019-ൽ 19 സീറ്റ് വരെ നേടിയിരുന്നു. എന്നാൽ പല തെരഞ്ഞെടുപ്പിലും സർവേ റിപ്പോർട്ട് വിജയിക്കുമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ദുർബലർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ച ചരിത്രമുണ്ട്. ഉദാഹരണത്തിന് 2019 തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിച്ച രമ്യ ഹരിദാസും പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച VK ശ്രീകണ്ഠനും ജയിച്ചിരുന്നു. സി ന്യൂസ്, കോഴിക്കോട്.